അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു നല്ലൊരു ടിപ്സ് പറഞ്ഞു തരാം. ഇസ്ലാമികപരമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് പാലിച്ച് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 100% നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും. ഇത്രക്ക് ഫലമുള്ള ഒരു ടിപ്സാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നമുക്ക് ആവശ്യങ്ങൾ നിറവേറാനും രോഗങ്ങൾ മാറാനും നമുക്ക് ഉദ്ദേശങ്ങൾ സാധിപ്പിച്ചെടുക്കാനും ഏത്തിലും പരത്തിലും ഉപകാരപ്പെടുന്ന ഒരു ടിപ്സാണ് പറഞ്ഞു തരുന്നത്. വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഒന്നും തന്നെ നടക്കാത്തതില്ല. അള്ളാഹു നമുക്ക് എല്ലാം സാധിപ്പിച്ചു തരും എന്നൊരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ആദ്യം വേണം. എന്നിട്ട് നമ്മുടെ ആഗ്രഹം അള്ളാഹുവിനോട് പറയണം. ആർക്കും തന്നെ ഒന്നും ആഗ്രഹം ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും. എന്തെങ്കിലും നേടിയെടുക്കാനോ എന്താഗ്രഹമായിക്കോട്ടെ നമുക്ക് സാധിപ്പിച്ചെടുക്കാന് ഉള്ളത് അതിനുള്ള എളുപ്പമായി നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യാൻ വേണം. അള്ളാഹുവിന്റെ ഇബാദത്തുകൾ ചെയ്യാൻ വേണം. എന്നിട്ട് അതിന് വഴി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം. അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. എനിക്കൊരു അത്യാവശ്യ കാര്യം നിറവേറാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ 313 ഫാത്തിഹ നേർച്ച വെച്ചു. എനിക്കത് ഒന്നായിട്ട് ഓതി കഴിയാൻ സാധിച്ചില്ല. ഓതി തീരാൻ മുന്നേ എനിക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നായിട്ട് ഓതി തീർക്കാൻ കഴിഞ്ഞില്ല. കാരണം 150 വട്ടം ഓതുമ്പോഴേക്ക് തന്നെ എനിക്ക് ഒരു ദിവസം കൊണ്ട് ഓതി കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തത് കാരണം പിറ്റേ ദിവസം എനിക്ക് മെൻസസ് കാരണം പിന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞാനത് ഓതി പൂർത്തിയാക്കിയത്. എന്നിട്ടും എനിക്ക് ആ ഫാത്തിഹയ്ക്ക് അത്ഭുത ഫലം കിട്ടിയിട്ടുണ്ട്. വളരെ എഫക്റ്റീവായിട്ട് തോന്നിയ ഒരു ടിപ്സാണ്. നിങ്ങൾക്ക് എന്താഗ്രഹമുണ്ടെങ്കിലും നിങ്ങൾ ഇത് ചൊല്ലിക്കൂടി, നിയത്ത് വെച്ചൂടെ. അതുപോലെ എന്ത് രോഗമുണ്ടെങ്കിലും നമുക്ക് ഫാത്തിഹ നേർച്ച വെച്ച് ആ രോഗം ശിഫ കിട്ടാൻ വേണ്ടി നേർച്ച വെച്ച് ഓതി മന്ത്രിക്കാവുന്നതാണ്. ഉറപ്പായിട്ടും ഫലം കിട്ടും. ഫാത്തിഹയുടെ നിരവധി പേരുകളിൽ ഒന്നാണ് ഷിഫ എന്നത്. രോഗങ്ങൾക്ക് ഫാത്തിഹ ഫലപ്രദമായ സൂറയാകുന്നു. ഫാത്തിഹത്തുൽ കിതാബ് എല്ലാ രോഗങ്ങൾക്കും ശമനമാകുന്നു എന്നാണല്ലോ കിതാബിലുള്ളത്. അപ്പോൾ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കാണ്, നീ ഉറങ്ങാൻ ഇരിപ്പിലേക്ക് ചെന്നാൽ ഫാത്തിഹയും ഖുൽഹു അല്ലാഹു അഹദും ഓതുക, എന്നാൽ മരണമല്ലാത്ത എല്ലാറ്റിലും നിന്ന് സുരക്ഷിതനായി എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസും ഓതുന്നത് സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് രക്ഷക്ക് ഫലം ചെയ്യും. അതുകൊണ്ട് ഏത് കാര്യമായിക്കോട്ടെ, നമുക്ക് അസുഖമായിക്കോട്ടെ, അല്ലെ എന്തെങ്കിലും കാര്യങ്ങൾ നിറവേറാനായിക്കോട്ടെ, അല്ലെ എന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ എത്താനായിക്കോട്ടെ, നമുക്ക് ഫാത്തിഹ മുൻനിർത്തി ഓതി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. എങ്കിൽ ഫാത്തിഹ നമ്മൾ ഓതുമ്പോൾ അതിന് കുറച്ച് മര്യാദകളുണ്ട്. അക്ഷരത്തെറ്റ് ഉണ്ടാവാൻ പാടില്ല. നല്ല വുളുവോടുകൂടി കിബിലക്ക് മുന്നിട്ട് നോക്കിയിട്ട് തന്നെ നമ്മൾ ഫാത്തിഹ പാരായണം ചെയ്യണം. എന്നിട്ട് ഓതി കംപ്ലീറ്റ് ആക്കി അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് കരയാൻ പറ്റുമെങ്കിൽ കരഞ്ഞിട്ട് തന്നെ അള്ളാഹുവിനോട് അങ്ങ് നിങ്ങൾ ചോദിച്ചോളി. ഉറപ്പായിട്ട് നിങ്ങൾ എന്താ ചോദിക്കുന്നത് അത് അള്ളാഹു നിങ്ങൾക്ക് തീർച്ചയായിട്ടും നടത്തിത്തരും. ഉറപ്പാണ്. കാരണം അത്രക്ക് ഫലം കണ്ട ഒരു ടിപ്സാണിത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.